ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇന്ന് ഒരു അടിപൊളി ഡിഷിനെ പരിചയപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3/4 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുതിർത്ത് വെക്കണം കേട്ടോ. കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് കഴുകിയാലും മതി, അല്ലെങ്കിൽ കഴുകിയിട്ട് കുതിർത്ത് വെക്കണം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ കഴുകാതെ ഫസ്റ്റ് ഇത് കുതിർത്ത് വെക്കുകയാണ്. നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുകയാണ് കേട്ടോ. ഒരു 3 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാൻ വെക്കണേ. അപ്പോൾ ഞാൻ 3 മണിക്കൂർ കുതിർത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ 3 മണിക്കൂറൊക്കെ ആയതിന് ശേഷം ഇതാ നല്ലപോലെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. നല്ലപോലെ കഴുകി നമ്മളിത് കുക്കറിലേക്കാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്, നിങ്ങൾക്ക് എന്തായാലും മിസ്സാവും. പല വിഭവങ്ങളും ഇതിൽ ഞാൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ എന്തായാലും മിസ്സാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ നിങ്ങളിത് വേവിക്കട്ടോ. ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വേവിക്കേണ്ട, ലോയിൽ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ 3 വിസിൽ ആയിട്ടുണ്ട് കേട്ടോ. 3 വിസിലായതിന് ശേഷം നമ്മളത് തുറന്ന് നോക്കിയിട്ട് അപ്പോൾ നല്ലപോലെ ഇത് വെന്തിട്ടുണ്ട്. അത്ര വേവൊന്നും വേണ്ട ആവശ്യമില്ല, 3 വിസിലൊക്കെ മതി കേട്ടോ. എന്നുവെച്ചാൽ നമ്മളിത് കുതിർത്ത് വെക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മളത് ഒരു അരിപ്പയിലേക്ക് ഇത് ഊറ്റാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഊറ്റിയതിന് ശേഷം ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മളിതൊരു മിക്സിയിലേക്കാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ സൗണ്ടിന് ചെറിയൊരു തകരാറുണ്ട്, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണേ. അപ്പോൾ ഇതാ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളത് 5 കോഴിമുട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 5 കോഴിമുട്ടും അതിലേക്ക് മിക്സിയിലേക്ക് തന്നെ ഒഴിക്കുക. വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മിക്സിയിൽ തന്നെ ഒഴിച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്താൽ മതി. കുറേ പാത്രങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് 5 കോഴിമുട്ട അതിലിട്ടിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ മിക്സിയിൽ അടിക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് അരിയട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാവുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്നവരെ നിങ്ങൾ മിക്സിയിൽ അടിക്കുക കേട്ടോ. ഇതേ ഉള്ളൂ, വേറൊരു ഇതും ഇല്ല, ഇത്രേ പണിയുള്ളൂ കേട്ടോ. ഇത് എന്നിട്ട് ഇതിലേക്ക് കുറച്ചതാ പാലൊഴിക്കുക. പാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പാലൊഴിക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പാലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാലും കൂടി അയച്ചിട്ട് ഞാൻ ഒന്നും കൂടി മിക്സിയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചിട്ട് ഈ രൂപത്തിലായിട്ടുണ്ട്. പിന്നെ നമ്മളിത് നട്ട്സൊക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു കൂട്ടിൽ ഞാൻ നട്ട്സൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാനിതാ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള നട്ട്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ പോള ഉണ്ടാക്കാൻ പറ്റുന്ന ആ പാത്രത്തിനാണ് എടുത്തിട്ടുള്ളത്. ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് നമ്മളൊന്ന് വറവെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കൂട്ട്, കടലപ്പരിപ്പിൻ്റെ ഈ ഒരു അടിച്ച മിക്സിൻ്റെ കൂട്ട് നമ്മളിതിൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്താ ലൈക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാൻ മറന്നു. ലൈക്ക് ചെയ്യാണ്ട് സ്ക്രോൾ ചെയ്ത് പോകരുത്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ച് അതിൻ്റെ ഹോൾസൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് ഇത് നമ്മൾ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. 15 to 20 ആണ്. 15 to 20 ലോ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ അതിൻ്റെ മുമ്പായിട്ട് ഒരു 5 മിനിറ്റ് ആയതിൻ്റെ ശേഷം നമ്മൾ തുറന്നിട്ട് ഈ നട്ട്സും, ഞാനത് ജെറീസാണ് ഇട്ടിട്ടുള്ളത്, ഈ ജെറീസും നട്ട്സൊക്കെ വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ആയതിൻ്റെ ശേഷമാണ്. ലോ ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലായതിൻ്റെ ശേഷം നമ്മളത് 5 മിനിറ്റ് ആയതിൻ്റെതൊക്കെ ഡെക്കറേഷൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടത് അതൊക്കെ വേണം നിങ്ങൾക്ക് ഇടാം. ഞാനിതിപ്പോൾ ഈ 2 മാത്രമായിട്ടുള്ള എടുത്തിട്ടുള്ളത്. പിന്നെ അത് നമ്മൾ 15 മിനിറ്റിന് ശേഷം നമ്മളിതാ കടലപ്പോള തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിങ്ങനെ കൂടുതലായിട്ടുള്ളതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ എന്തും തയ്യാറാക്കാം, ആ ഒരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈസി റെസിപ്പിയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് അടിപൊളി കാണാൻ എന്തൊരു ഭംഗിയാലേ കാണാൻ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു സോഫ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.